ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്ട് സ്ക്വയർ കോളമായിരുന്നു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് റെക്റ്റാങ്കുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സിമിലർ തന്നെയാണ്. വ്യത്യാസം വരുന്നത് എ ജി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി ആയിരിക്കും ഇവിടെ. ഓക്കെ, സ്ക്വയറിൻ്റെ കേസിലാണെങ്കിൽ എ ജി ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ ആയിരുന്നു. ഇവിടെ ബി ഇൻറ്റു ഡി എന്നുള്ള ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഡിസൈൻ എ ഷോർട്ട് റെക്റ്റാങ്കുലർ കോളം ടു ക്യാരി എ ഫാക്ടേർഡ് ആക്സിൽ ലോഡ് ഓഫ് 3000 kN യൂസിങ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 ഗ്രേഡ് സ്റ്റീൽ. ഓക്കെ, നമുക്ക് ഗിവൺ ഡാറ്റ പി യു. ഓക്കെ, ഫാക്ടേർഡ് ലോഡ് 3000 kN, FCK 20 Nm/mm², FI 415 Nm/mm². അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു സ്യൂട്ടബിൾ പെർസെൻറ്റേജ് അല്ലേ, AS ഈസ് ഈക്വൽ ടു ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ഏരിയ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, ഇവിടെ അസ്യൂം സ്റ്റെപ്പ് 1 അസ്യൂം സ്യൂട്ടബിൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ഏരിയ ആസ് ASC. ഓക്കെ, അപ്പോൾ നമുക്ക് 1% അസ്യൂം ചെയ്യാം. അസ്യൂം 1% ഗ്രോസ് ഏരിയ ആസ് ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ASC. മുന്നമേ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ASC ഈസ് ഈക്വൽ ടു 1/100 ഇൻറ്റു AG, ദാറ്റ് ഈസ് 0.01 AG. അപ്പോൾ ASC ഈസ് ഈക്വൽ ടു 0.01 AG എന്ന് പറഞ്ഞ് കിട്ടി. സ്റ്റെപ്പ് 2 ഏരിയ ഓഫ് കോൺക്രീറ്റ് AC ഇൻ ടേംസ് ഓഫ് AG. അപ്പോൾ ACനെ AGൻ്റെ ടേംസിലേക്ക് ആക്കാൻ പോവാണ്. അപ്പോൾ AC ഈസ് ഈക്വൽ ടു AG മൈനസ് ASC എന്നുള്ളതാണ്. അതായത് കോൺക്രീറ്റിൻ്റെ മാത്രം ഏരിയ ഈസ് ഈക്വൽ ടു ഗ്രോസ് ഏരിയ മൈനസ്, അതായത് ഗ്രോസ് ഏരിയൻ്റെ അകത്തുനിന്ന് ആ റീഇൻഫോഴ്സ്മെൻ്റ് ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ AC. ഓക്കെ, അപ്പോൾ ASC എന്ന് പറയുന്നത് 0.01 AG ആണ്. അപ്പോൾ AC ഈസ് ഈക്വൽ ടു AG മൈനസ് 0.01 AG, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.99 AG എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ AC ഈസ് ഈക്വൽ ടു 0.99 AG. സ്റ്റെപ്പ് 3 ഗ്രോസ് ഏരിയ ഓഫ് ദ കോളം AG. അപ്പോൾ AG വാല്യൂവിനെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് കോഡിൽ പേജ് നമ്പർ 71 ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം കണ്ടീഷൻ നമ്മൾ ഈ മിനിമം എന്ന് പറയുന്നത് ലെസ് ദാൻ 0.05 D എന്നുള്ള ആ ഒരു അസംഷനിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഷോർട്ടായിട്ട് ആക്സിലി ലോഡഡ് ആയിട്ടുള്ള കോളം ഡിസൈൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം സ്റ്റെപ്പ് 3 ഗ്രോസ് ഏരിയ ഓഫ് ദ കോളം AG. PU ഈസ് ഈക്വൽ ടു 0.4 FCK AC പ്ലസ് 0.67 FI AC. അപ്പം PU ഈക്വൽ ടു 0.4 FCK 20 AC 0.99 AG പ്ലസ് 0.67 FI 415 AC 0.01 AG. ഓക്കെ, PU 3000 × 10⁻³ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AG ഈസ് ഈക്വൽ ടു 280 360.73 mm². ഓക്കെ, ഇതുവരെ നമ്മുടെ സ്ക്വയർ കോളത്തിൻ്റെ അതേ സ്റ്റെപ്സും അതേ ആൻസേഴ്സും തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഗ്രോസ് ഏരിയ 280, അതായത് 2,80,360.73 mm² എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ഡയമെൻഷൻ ഓഫ് കോളം. ഇനി ഡയമെൻഷൻ എടുക്കണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യം ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. അതിലേക്കായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഡയമെൻഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഫോർ റെക്റ്റാങ്കുലർ കോളം ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? B ഇൻറ്റു D ആണ് അല്ലേ? അതായത് അതിൻ്റെ സ്മോളർ ഡയമെൻഷൻ ഇൻറ്റു അതിൻ്റെ ലാർജർ ഡയറക്ഷൻ, അതായത് B എന്ന് പറയുന്ന സ്മോളർ ഡയമെൻഷൻ, D ലാർജർ ഡയമെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 2 ഡയമെൻഷൻ അൺനോൺ ആയതുകൊണ്ട് ഒന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത ഡയമെൻഷൻ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മൾ തിയറി പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം എത്രയാണ് അസ്യൂം ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ റൂട്ട് എടുത്തു. AGൻ്റെ റൂട്ട് എടുത്തപ്പോൾ ഏകദേശം 500-550 ഇടയ്ക്ക് ഏകദേശം വരുന്നത്. അപ്പം ഞാൻ B എന്നുള്ളത് ഏകദേശം 450 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. കാരണം അതിൻ്റെ കൂടെ വരുന്ന ഒരു റെക്റ്റാങ്കുലറായിട്ട് വരണമെങ്കിൽ ഒരു സൈഡിനേക്കാളും കുറച്ചധികം വരണ്ടേ അനദർ സൈഡ്. ഓക്കെ, അപ്പം 500-550 ഇടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ 500 എന്നുള്ളത് എടുക്കുന്നില്ല, കുറച്ച് താഴോട്ടുള്ള വാല്യൂ എടുക്കുകയാണ്. അതായത് അസ്യൂം B ഈസ് ഈക്വൽ ടു 450 എന്നുള്ള രീതിയിൽ ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഡയമെൻഷനും അസ്യൂം ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയ ഡയമെൻഷൻ അസ്യൂം ചെയ്തു. ആദ്യം അസ്യൂം B ഈസ് ഈക്വൽ ടു 450 mm. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് D വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്നുള്ളത് 450 ഞാൻ അസ്യൂം ചെയ്തു. ദെൻ 450 ഇൻറ്റു D, അതായത് B ഇൻറ്റു D ഈസ് ഈക്വൽ ടു AG, ദാറ്റ് ഈസ് 2,80,360.73 mm². അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ D ഈസ് ഈക്വൽ ടു 623 mm എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് 650 mm എന്നുള്ളത് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് 630, 640 ഒക്കെ എടുക്കാം. ഞാൻ ഇവിടെ 650 mm എന്നുള്ളത് റൗണ്ട് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ അഡോപ്റ്റ് D ഈസ് ഈക്വൽ ടു 650 mm. വല്ലാതെ കൂടരുത്, എന്തായാലും മാക്സിമം 650ൻ്റെ അകത്ത് തന്നെ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അസ്യൂം ചെയ്യണം, അതിൻ്റെ മേലോട്ട് പോകണ്ട. ഓക്കെ, അപ്പം ക്യാപിറ്റൽ D 650 എന്നുള്ള അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ സൈസ് ഓഫ് ദ കോളം എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ കോളാണ്. 450/650 mm എന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു.
ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. എന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുക അല്ലേ. ഒരു ബാറിൻ്റെ ഡയമീറ്റർ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ASCക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തത് 1% ഓഫ് AG ആയിരുന്നു. ASC ഈസ് ഈക്വൽ ടു അല്ലേ. അപ്പോൾ 1% ഓഫ് AG. അപ്പോൾ ASC ഈസ് ഈക്വൽ ടു ഇവിടെ AG എന്ന് പറയുമ്പോൾ ആക്ച്വൽ AG ഞാൻ എടുക്കുകയാണ്. അപ്പോൾ 450/650. അപ്പോൾ 450 × 650 ചെയ്ത് കഴിഞ്ഞാൽ AG കിട്ടും. ഗ്രോസ് ഏരിയ ഇൻറ്റു 1% എന്ന് പറയുമ്പോൾ 1/100 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2925 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ 25 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യണം. അപ്പോൾ 25 mm ഡയമീറ്റർ ബാർ അസ്യൂം ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ബാർസ് ഇസ് ഈക്വൽ ടു 2925 ഡിവൈഡ് ബൈ പൈ ഇൻറ്റു 25² ഡിവൈഡ് ബൈ 4 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5.95 എന്ന് പറഞ്ഞു കിട്ടും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് 25ൻ്റെ 6 ബാർസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയ നമുക്ക് അവിടെ ഉണ്ടാവും. അതായത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ASC 2925-നേക്കാളും കൂടുതലുള്ളൊരു വാല്യൂ നമ്മൾ 6 നമ്പേഴ്സ് എന്നുള്ള റൗണ്ട് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ നമുക്ക് കിട്ടും 6 നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ പ്രൊവൈഡ് 6 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ്. ഓക്കെ, അപ്പോൾ ASC പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ 6 × പൈ ഇൻറ്റു 25² ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 2945.24 mm² എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. 6 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ്. ASC പ്രൊവൈഡഡ് 2945.24 mm². നെക്സ്റ്റ് സ്റ്റെപ്പ് 6 ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ്. ഫസ്റ്റ് വൺ ആദ്യം എൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/4 ഇൻറ്റു ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ അല്ലേ. ഇവിടെ എല്ലാം 25 ആയതുകൊണ്ട് 1/4 ഇൻറ്റു 25 ദാറ്റ് ഈസ് 6.25 mm. രണ്ടാമത്തെ 6 mm. അപ്പോൾ ഇതിൽ വലിയ വാല്യൂ 6.25. അപ്പോൾ അതിനേക്കാളും കുറയാൻ പാടില്ല. അപ്പോൾ നെക്സ്റ്റ് ഡയമീറ്റർ 8 mm. ദെർഫോർ പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർസ് ആസ് ലാറ്ററൽ ടൈസ്. നെക്സ്റ്റ് സ്പേസിംഗ്, പിച്ച് ഓർ സ്പേസിംഗ് ഓഫ് ലാറ്ററൽ ടൈസ്. പിച്ച് ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് എക്സീഡ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഈ പറയുന്നതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂവിനേക്കാളും ഒരിക്കലും സ്പേസിങ് കൂടാൻ പാടില്ല. ഫസ്റ്റ് വൺ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 450 ആണ്, 450 mm. നെക്സ്റ്റ് വൺ 16 ഇൻറ്റു സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിൻ്റെ ഡയമീറ്റർ. അപ്പം ഇവിടെ എല്ലാം 25 ആയതുകൊണ്ട് 16 ഇൻറ്റു 25 ദാറ്റ് ഈസ് 400 mm. തേർഡ് വൺ 300 mm. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 300 mm ആണ്. ദെർഫോർ പ്രൊവൈഡ് 8 mm ഡയമീറ്റർ ബാർസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡിസൈൻ സമ്മറി എഴുതാം. ഡിസൈൻ സമ്മറി, ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ഓഫ് ദ കോളം ഈസ് ഈക്വൽ ടു 450 mm by 650 mm. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 6 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ്. നെക്സ്റ്റ് ലാറ്ററൽ ടൈസ് 8 mm diameter lateral ties at 300 mm center to center spacing. നമുക്ക് കോളത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. അതായത് കോളത്തിൻ്റെ എല്ലാ സൈഡിലും ഒരേ നമ്പേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന രീതിയിൽ. ഓക്കെ, അതേപോലെ രണ്ടാമത് രണ്ട് സൈഡിൽ ഒരേപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കാം. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തപ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് വന്നല്ലേ. എല്ലാ സൈഡിലും 3 നമ്പേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 8 ബാർസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എല്ലാ സൈഡിലും 4 സൈഡിലും 3 നമ്പേഴ്സ് ടോട്ടൽ 8 നമ്പർ ഓഫ് ബാർസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ 6 നമ്പേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലായിട്ട് ഈക്വൽ ആയിട്ട് രണ്ട് സൈഡിൽ ഈക്വൽ നമ്പർ ഓഫ് ബാർസ്, അതായത് 3 നമ്പേഴ്സ് രണ്ട് സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ കോളത്തിൽ എപ്പോഴും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ 4 സൈഡിലും ഈക്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ഈക്വൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 6 നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്ക് 3 എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫിഗർ ഇതാണ്. 450 mm അതിൻ്റെ വീതി, അതിൻ്റെ ലോങ് ഡയമെൻഷൻ എന്ന് പറയുന്നത് 650 mm. അപ്പോൾ 650 mm കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 ബാർസ് അവിടെ പ്രൊവൈഡ് ചെയ്യാം ആ സൈഡിൽ. അപ്പം 3 ബാർസ് രണ്ട് സൈഡിലായിട്ടും പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അതായത് ഈക്വൽ നമ്പർ ഓഫ് ബാർസ് അലോങ് 2 സൈഡ്സ്, രണ്ട് സൈഡിന് അലോങ് ആയിട്ട് ഈക്വൽ നമ്പർ ഓഫ് ബാർസ് വരുന്നത്. അനദർ വൺ നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലം എല്ലാ സൈഡിലും ഒരേ നമ്പർ ഓഫ് ബാർസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 450 mm 650 mm ഡയമെൻഷൻ മാർക്ക് ചെയ്തു.
അതിൻ്റെ അകത്ത് 6 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാർസ് അത് ഞാൻ മാർക്ക് ചെയ്തു. അപ്പം ഇൻ ബിറ്റ്വീൻ മിഡിൽ ബാർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം അതിൽ നമ്മൾ മുന്നത്തെ പ്രോബ്ലം ചെയ്തപ്പം ടോപ്പിൽ സെൻട്രലായിട്ട് അതേപോലെ ബോട്ടത്തിൽ സെൻറ്ററായിട്ടും ഓരോ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി ഉണ്ടായിരുന്നു. 8 നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 4 കൂടി ചുറ്റിക്കൊണ്ട് ആ 4 ബാറിനെ ഉള്ളിൽ വരുന്ന മിഡ് സെക്ഷനിൽ വരുന്ന, അതായത് ഓരോ സൈഡിൻ്റെ മിഡിൽ വരുന്ന ബാർസിനെ ചുറ്റിക്കൊണ്ട് നമ്മൾ ലാറ്റർ ടൈസ് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിരുന്നു അല്ലേ. ഉള്ളിലൊരു പോർഷനും കൂടി, ഒരു ലാറ്റർ ടൈയും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ 4 റീഇൻഫോഴ്സ്മെൻറ്റിന് മിഡിൽ വരുന്ന 4 റീഇൻഫോഴ്സ്മെൻറ്റിനെയും കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഓരോരോ ബാറാണ് വരുന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലാറ്റർ ടൈസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്രോപ്പറായിട്ട് ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് നമ്മൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ലാറ്റർ ടൈസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതി ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഫിഗറിൽ. അതായത് ഇപ്പം ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എൻഡിൽ എൻഡ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അവിടെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യൊന്നും വേണ്ട, അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ലാറ്റർ ടൈസ് നമ്മൾ മിഡിൽ വരുന്ന ബാസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരിക. അപ്പോൾ ക്രോസ് സെക്ഷനാണ്, അതിൻ്റെ നോമിനൽ കവർ എന്നുള്ളത് 40 mm ആണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഞാൻ വരച്ചിട്ടുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ മാത്രം വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 സൈഡിലുള്ള ബാറുകൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ലെഫ്റ്റ് സൈഡിലുള്ള ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ വെർട്ടിക്കലി കാണാം, റൈറ്റ് സൈഡിലുള്ള ബാറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിലും കാണാം. കാരണം നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 3 ബാർസും കാണില്ല അല്ലേ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ. കാരണം 3 ഒരു ലൈനിലായതുകൊണ്ട് ഒറ്റ ബാറേ കാണുള്ളൂ. ലെഫ്റ്റ് സൈഡിലുള്ള ആ 3 ബാറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാർ വെർട്ടിക്കലി പ്രൊവൈഡ് ചെയ്തു, റൈറ്റ് സൈഡിലുള്ള ആ 3 ബാറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാർ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, നമുക്കതേ കാണുള്ളൂ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ 6 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റർ ബാസ്, അതുപോലെ തന്നെ സ്റ്റിറപ്പ് 8 mm ഡയമീറ്റർ, ലാറ്ററൽ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. ഓക്കെ, next problem, design a short circular RCC column to carry an axle load of 1600 kN. ഓക്കെ, ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് സർക്കുലർ കോളാണ്, ഷോർട്ട് സർക്കുലർ കോളാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ സർക്കുലർ ആയിരിക്കും. ടു ക്യാരി ആൻ ആക്സിൽ ലോഡ് ഓഫ് 1600 kN. അപ്പോൾ അവിടെ ആക്സിൽ ലോഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഡിസൈൻ ലോഡെന്നോ അല്ലെങ്കിൽ ഫാക്ടേർഡ് ലോഡെന്നോ അവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ ഫാക്ടർ ചെയ്തിട്ട് നമ്മൾ ഫാക്ടേർഡ് ലോഡ് അല്ലെങ്കിൽ ഡിസൈൻ ലോഡാക്കി മാറ്റണം. ഓക്കെ, ഇറ്റ് ഈസ് 4 meter ലോങ്. അതിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അൺസപ്പോർട്ടഡ് ലെങ്ത്ത് എന്ന് പറയുന്നത് 4 meter ആണ്. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ ആൻഡ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പം എൻ കണ്ടീഷൻ അവിടെ തന്നിട്ടുള്ളത്. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എൻഡ്സിലും ടോപ്പിലും ബോട്ടത്തിലും ആ പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, അവിടെ ഫ്രീ അല്ല, ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ആൻഡ് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ അറ്റ് ബോത്ത് എൻഡ്സ്, അതായത് റൊട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള. അപ്പോൾ റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഏത് സപ്പോർട്ടാണ്? ഫിക്സ്ഡ് സപ്പോർട്ടായിരിക്കും അല്ലേ. അപ്പോൾ 2 എൻഡിലും ഫിക്സ്ഡ് വരുന്നതാണ്, ബോത്ത് എൻഡ് ഫിക്സ്ഡ് വരുന്ന കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് അൺസപ്പോർട്ടഡ് ലെങ്ത്തും അതുപോലെ തന്നെ എൻ കണ്ടീഷനും തന്നിട്ടുണ്ട്. ആക്റ്റീവ് ലെങ്ത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് FE 4/5 സ്റ്റീൽ. അപ്പോൾ FCK വാല്യൂ 20 Nm/mm², FY 4/5 Nm/mm². അപ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. ആക്സൽ ലോഡ് P = 1600 kN. അപ്പം P ആണ് 1600 kN. അപ്പം ഡിസൈൻ ലോഡ് PU എന്ന് പറയുന്നത് 1600 × 1.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 2400 kN എന്ന് പറഞ്ഞു കിട്ടും. PU വാല്യൂ കിട്ടും. അൺസപ്പോർട്ടഡ് ലെങ്ത് L = 4 meter. അതേപോലെ എൻ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ, അതായത് ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് L എഫക്റ്റീവ് = 0.65 × L. ഓക്കെ, നിങ്ങൾ അനക്സ് ഇ നോക്കിയാൽ മതി. അനക്സ് ഇ റെഫർ ചെയ്യുമ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് 2 എൻഡ് ഫിക്സ്ഡ് വരുന്ന കേസിൽ എഫക്റ്റീവ് ലെങ്ത് എടുക്കേണ്ട വാല്യൂ, അതായത് തിയററ്റിക്കൽ വാല്യൂ അല്ല, റെക്കമെൻഡഡ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം 0.65 L എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതായത് 0.65 × അൺസപ്പോർട്ടഡ് ലെങ്ത്. അപ്പോൾ 0.65 × അൺസപ്പോർട്ടഡ് ലെങ്ത് 4 ആകുമ്പോൾ 4 × 0.65, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.6 meter ആണ് എഫക്റ്റീവ് ലെങ്ത്. FCK വാല്യൂ 20 Nm/mm², FI വാല്യൂ 4/5 Nm/mm². അപ്പോൾ ഇവിടെ അൺസപ്പോർട്ടഡ് ലെങ്ത് നമുക്ക് തന്നതുകൊണ്ട്, അതുപോലെ എൻ കണ്ടീഷൻ നമുക്ക് തന്നതുകൊണ്ട്, ഓക്കെ, ഇപ്പോൾ ഇൻ കേസ് എൻ കണ്ടീഷൻ തന്നില്ലെങ്കിൽ, അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ എൻ കണ്ടീഷൻ നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ
അൺസപ്പോർട്ടഡ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഏതെങ്കിലും നമുക്ക് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എക്സെൻട്രിസിറ്റീൻ്റെ ചെക്ക് അവിടെ ചെയ്യണം. ഓക്കെ, അൺസപ്പോർട്ടഡ് ലെങ്ത് വെച്ചിട്ടാണല്ലോ എക്സെൻട്രിസിറ്റി ചെക്ക് ചെയ്യുക, അത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ സ്ലെൻഡർനെസ് റേഷ്യോയും ചെക്ക് ചെയ്യണം. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ അതുപോലെ തന്നെ മിനിമം എക്സെൻട്രിസിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡീഷണലി ഉള്ള ആ 2 സ്റ്റെപ്പുകൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് വരും. അതേപോലെ ഇത് സർക്കുലർ കോളമാണ്, സർക്കുലർ ആയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം സിമിലർ സ്റ്റെപ്സ് ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്പ് 1, അസ്യൂം സ്യൂട്ടബിൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോസ് ഏരിയാസ് ASC. അപ്പം 1% ഞാൻ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ASC എന്ന് പറയുന്നത് 1/100 ഇൻറ്റു AG, ദാറ്റ് ഈസ് 0.01 AG എന്ന് പറഞ്ഞ് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഏരിയ ഓഫ് കോൺക്രീറ്റ് AC ഇൻ ടേംസ് ഓഫ് AG. അപ്പോൾ AC എന്ന് പറയുന്നത് AG മൈനസ് ASC. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AC = 0.99 AG എന്ന് പറഞ്ഞ് കിട്ടും. നമ്മൾ മുന്നേ ചെയ്തത് തന്നെയാണ്. അപ്പോൾ AC = 0.99 AG എന്ന് പറഞ്ഞ് കിട്ടും. തേർഡ് സ്റ്റെപ്പ്, ഗ്രോസ് ഏരിയ ഓഫ് ദ കോളം. ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പം PU = 0.4 FCK AC + 0.67 FI ASC. അപ്പം PU എന്ന് പറയുന്നത് 2400 × 10⁻3, 0.4 × FCK 20, AC എന്ന് പറയുന്നത് 0.99 AG + 0.67 × FI 415 × ASC എന്ന് പറയുന്നത് 0.01 AG. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AG വാല്യൂ 224,288, അതായത് 224,288.58 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഡയമെൻഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വന്നത്, പെർസെൻറ്റേജ് ഒക്കെ അസ്യൂം ചെയ്തിട്ട്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ദ കോളം. ഓക്കെ, അപ്പോൾ ഇത് സർക്കുലർ ആയതുകൊണ്ട് ഫോർ സർക്കുലർ കോളം AG ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? πd² / 4 ആണ് അല്ലേ? ക്രോസ് സെക്ഷൽ ഏരിയ, സർക്കുലർ ക്രോസ് സെക്ഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πd² / 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു AG. അപ്പം ഈ ഇക്വേഷൻ ഇട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയമെൻഷൻ കിട്ടും, അതായത് ഡയമീറ്റർ നമുക്ക് കിട്ടും. അപ്പം π × d² / 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 224,288.58. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ കോളം കിട്ടും. ക്ലിയർ ആയോ? ഡയമീറ്റർ ആണ് നമുക്ക് വേണ്ടത് സർക്കുലർ കോളം ആയതുകൊണ്ട്. അപ്പം കോളത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ πd² / 4 ആണ് AG എന്ന് പറയുന്നത് അല്ലേ? അപ്പം അത് വെച്ചിട്ട് ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാം. ഡയമീറ്റർ = 534.39 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്തിട്ട് ഞാൻ 550 mm എന്നുള്ളത് എടുക്കുകയാണ്. ഓക്കെ, therefore അഡോപ്റ്റ് ഡയമീറ്റർ ഓഫ് കോളം D = 550 mm. അപ്പം കോളത്തിൻ്റെ ക്രോസ് സെക്ഷനായി, അതായത് 550 mm ഡയമീറ്ററാണ് കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. ഇനി ലെങ്ത്ത് നമുക്ക് തന്നതുകൊണ്ട് അഡീഷണൽ 2 സ്റ്റെപ്പ് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് സ്ലെൻഡർനെസ് റേഷ്യോ ചെക്ക് ചെയ്യാം. സ്റ്റെപ്പ് 5, സ്ലെൻഡർനെസ് റേഷ്യോ, അതായത് ഷോർട്ട് കോളാന്നുള്ളതൊന്ന് കൺഫേം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്നുള്ളതാണ് അല്ലേ? ഇവിടെ ഇപ്പം ഡയമീറ്റർ ആയതുകൊണ്ട് ആ ഒരു ഡയമെൻഷനേ ഉള്ളൂ. അപ്പോൾ L എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ, അതായത് എഫക്റ്റീവ് ലെങ്ത് ഡിവൈഡ് ബൈ ഡയമീറ്റർ ഓഫ് ദ കോളം തന്നെയാണ്. അപ്പോൾ L എഫക്റ്റീവ് ഡിവൈഡ് ബൈ D എന്ന് പറയുന്നത്, എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 2600 ആണ്, ഡിവൈഡ് ബൈ 550 ദാറ്റ് ഈസ് ഈക്വൽ ടു 4.727. ഓക്കെ, അപ്പം 4.727 എന്ന് പറയുന്നത് <12 ആണ്. ഓക്കെ, <12 ആകുമ്പോൾ അത് ഷോർട്ട് കോളാണ്, <12 ആകുമ്പോൾ അത് ലോങ് കോളം അല്ലെങ്കിൽ സ്ലെൻഡർ കോളം എന്ന് പറയും അല്ലേ? അപ്പം therefore the column is short column. നെക്സ്റ്റ് വൺ സ്റ്റെപ്പ് 6. അപ്പോൾ സ്റ്റെപ്പ് 6 ഇനി മിനിമം എക്സെൻട്രിസിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് പേജ് നമ്പർ 71 PU = 0.4 FCK AC + 0.61 FI ASC എന്നുള്ള ആ ഒരു കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം എക്സെൻട്രിസിറ്റി 0.05 ലാറ്ററൽ ഡയമെൻഷനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ട് കണ്ടീഷൻ 39.3 വായിക്കുമ്പോൾ when the minimum eccentricity as per 25.4 does not exceed 0.05 times the lateral dimension എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ആ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കേസാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മിനിമം ഈസ് ഈക്വൽ ടു L/500 + D/30. ഓക്കെ, അപ്പം ഈ മിനിമം എന്ന് പറയുമ്പോൾ L എന്ന് പറയുന്ന അൺസപ്പോർട്ട് ലെങ്ത് ആണ്. അപ്പോൾ 4000 / 500 + D എന്ന് പറയുന്ന ഡയമീറ്റർ 550 / 30. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 26.33 mm എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം ഈ മിനിമം, അതായത് മിനിമം എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 26.33 mm ആണ്. അപ്പോൾ 0.05 D ആയിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ 0.05 D എന്ന് പറയുന്നത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 0.05 × 550 ചെയ്ത് കഴിഞ്ഞാൽ 27.5 mm കിട്ടും. അപ്പം ഈ മിനിമം 26.33 ആണ്. അപ്പം ഈ മിനിമം 0.05 D എക്സീഡ് ചെയ്തിട്ടില്ല.
ദാറ്റ് ഈസ് C minimum ഈസ് ലെസ് ദാൻ 0.05D. ഓക്കെ, ഹെൻസ് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളിപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. ഓൾറെഡി നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ഹെൻസ് ഓക്കെ. സ്റ്റെപ്പ് 7, ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ASC. എന്തായാലും നമുക്കിത് ഷോർട്ട് കോൾ ആയതുകൊണ്ട് ആക്സിലി റോട്ടർ ഷോർട്ട് കോളത്തിൻ്റെ ഡിസൈൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് തന്നെയായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ള ഡയമെൻഷൻ ആണെങ്കിൽ, അതായത് ഇപ്പം 550 അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് എടുക്കുന്നത് നമ്മളാണല്ലോ. ഓക്കെ, അപ്പം വല്ലാതെ താഴ്ത്തി റൗണ്ട് ചെയ്താൽ ചിലപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാൻ ചാൻസ് ഇല്ല. അങ്ങനെ ആവുമ്പോൾ കുറച്ച് നിങ്ങൾ അതിൻ്റെ ഡയമെൻഷൻ കുറച്ചും കൂടി കൂടുതൽ കൊടുത്തിട്ട് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം. ഓക്കെ, അഥവാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഏകദേശം 99% സാറ്റിസ്ഫൈ ആയിട്ടാണ് വരിക. പിന്നെ നമ്മൾ ഡയമെൻഷൻ എടുക്കുന്ന കേസിലാണ് അത് മാറ്റം വരാനുള്ള സാധ്യതയുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഡയമീറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ബിയും ഡിയും ഒക്കെ നമുക്ക് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 7, ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ ASC. അപ്പോൾ നമ്മൾ 1% ഓഫ് AG ആയിരുന്നു ASC ആയിട്ട് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ASC = 1/100 ഇൻറ്റു AG എന്ന് പറയുന്നത് π × 550² / 4. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ASC 2375.82 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ 20 mm ഡയമീറ്റർ ബാസ് അസ്യൂം ചെയ്യാണ്. അപ്പോൾ നമ്പർ ഓഫ് ബാസ് എന്ന് പറയുന്നത് 2375.82 ഡിവൈഡ് ബൈ π × 20² / 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 7.56 എന്ന് പറഞ്ഞു കിട്ടി. ഞാൻ അത് റൗണ്ട് ചെയ്തിട്ട് 8 നമ്പേഴ്സ് ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ സർക്കുലാർ കോളത്തിൽ മിനിമം നമ്പർ ഓഫ് ബാസ് എന്ന് പറയുന്നത് 6 ആണ്. ഇപ്പോൾ നിങ്ങളൊരു കാരണവശാലും 4 നമ്പർ ഓഫ് ബാസ് എന്നൊന്നും പറഞ്ഞിട്ട് സർക്കുലാർ കോളത്തിൽ കൊടുക്കരുത്. മിനിമം 6 നമ്പർ ഓഫ് ബാസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതേപോലെ നമുക്കത് ഓഡ് നമ്പേഴ്സും ആവാം. കാരണം എത്ര നമ്പേഴ്സ് ബാസ് വരുന്നുണ്ടോ അത് ഈക്വലി ആ സർക്കംഫറൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ സ്പേസിങ്ങിലാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സിൽ വിഷയം വരുന്നില്ല. ഓക്കെ, അതായത് 6നേക്കാളും കൂട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് സ്പേസിങ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബാസ് എന്ന് പറയുന്നത് 8 നമ്പേഴ്സാണ്. അപ്പോൾ 6നേക്കാളും കൂടുതലാണ്. അപ്പോൾ വേറെ വിഷയങ്ങളൊന്നുമില്ല, നമുക്ക് അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ പ്രൊവൈഡ് 8 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ്. അപ്പോൾ 8 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസുമായിട്ട് ബാർസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ ASC പ്രൊവൈഡഡ് എന്ന് പറയുന്നത് 8 × π × 20² / 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2513.27 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി മെയിൻ ബാസിൻ്റെ ഡിസൈനും കഴിഞ്ഞു, അതായത് 8 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ്. ഇനി ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ്. അപ്പോൾ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യാം, അതായത് സർക്കുലറായിട്ട്. ഓക്കെ, സർക്കുലറായിട്ട് തന്നെയാണ് ലാറ്ററൽ ടൈസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുക, കാരണം ഇത് സർക്കുലർ കോളമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമീറ്ററും അതിൻ്റെ സ്പേസിങ്ങും നോർമലി റെക്റ്റാങ്കുലർ ആയാലും സ്ക്വയർ കോളം ആയാലും അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ലാറ്ററൽ ടൈസ് സർക്കുലർ കോളത്തിലും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, വ്യത്യാസം വരുന്നത് സ്പെറിക്കൽ ടൈസ് അതല്ലെങ്കിൽ ഹെലിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന കേസിലാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അത് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിക്കും. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് ലാറ്ററൽ ടൈസ്. ആദ്യം ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ്. ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/4 × 20 അല്ലേ. അതായത് ലാർജസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ഇവിടെ 20 mm ബാറാണ്. അപ്പോൾ 5 mm. രണ്ടാമത്തെ 6 mmനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, അപ്പം നമുക്ക് 6 mm ഇവിടെ അഡോപ്റ്റ് ചെയ്യാമല്ലോ. Therefore, provide 6 mm diameter bars as lateral ties. അപ്പോൾ 6 mm കൊടുക്കാം. 6നേക്കാളും കൂടിയിട്ടുണ്ടെങ്കിൽ 6 നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 6 mm ആയതുകൊണ്ട് 6ലും 5ലും വലുത് 6 mm ആണ്. അപ്പോൾ 6 mmനേക്കാളും കുറയാതെ പ്രൊവൈഡ് ചെയ്യണം. 6 mm തന്നെ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം. 8 പ്രൊവൈഡ് ചെയ്താലും കുഴപ്പമില്ല, 6 mm ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യാണ്. Therefore, provide 6 mm diameter bars as lateral ties. ഇനി അതിൻ്റെ പിച്ച് അല്ലെങ്കിൽ സ്പേസിങ് വേണം. Pitch or spacing of lateral ties. Pitch of lateral ties should not exceed least of the following. ഓക്കെ, അപ്പോൾ അതിൽ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ ഫസ്റ്റ് വൺ 550 mm ആണ്. ഡയമീറ്റർ ആയതുകൊണ്ട് ഒരു ഡയമെൻഷനേ ഉള്ളൂ, 550 mm. സെക്കൻഡ് വൺ 16 × 20. ഓക്കെ, 16 × ഡയമീറ്റർ ഓഫ് ദ സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ. ദാറ്റ് ഈസ് 20 തന്നെയാണ് ലാർജസ്റ്റും സ്മോളസ്റ്റ് ഒക്കെ. അപ്പോൾ 16 × 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 320 mm. മൂന്നാമത്തെ 300 mm. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 300 mm ആണ്. അപ്പോൾ അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. Therefore, provide 6 mm diameter bars at 300 mm center to center spacing. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബാറും അതുപോലെ തന്നെ ലാറ്ററൽ ടൈസിൻ്റെയും ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
Design summary: cross-sectional dimension of the column is equal to 550 mm diameter. Longitudinal reinforcement is equal to 8 numbers of 20 mm diameter bars. Lateral ties is equal to 6 mm diameter. Lateral ties at 300 mm center to center spacing. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. 550 mm ഡയമീറ്റർ സർക്കുലർ ക്രോസ് സെക്ഷൻ, അതിൻ്റെ അകത്ത് നോമിനൽ കവർ മാറിയിട്ട് ലാറ്റർ ടൈസ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, അതിൻ്റെ അകത്ത് 8 നമ്പർ ഓഫ് 20 mm ഡയമീറ്റർ ബാസ് പ്രൊവൈഡ് ചെയ്തു. അതൊക്കെ ഈക്വൽ സ്പേസിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ബാസ് മാർക്ക് ചെയ്തു, 8 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ്. അതുപോലെ ലാറ്ററൽ ടൈസ് മാർക്ക് ചെയ്തു, 6 mm ഡയമീറ്റർ ലാറ്ററൽ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഇതാണ് ക്രോസ് സെക്ഷൻ വരുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ നമ്മളതിനെ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്ത് നോക്കുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലുള്ള ആ ബാർ കാണാം, വെർട്ടിക്കലി കാണാൻ പറ്റും. പിന്നെ ഇപ്പുറത്ത് തൊട്ടടുത്ത് വരുന്ന ആ 2 ബാർ ഒരേ ലൈനിലാണ് അല്ലേ. അപ്പോൾ ആ 2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാർ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യുമ്പോൾ. പിന്നെ മിഡിലിൽ വരുന്ന ബാർ, ആ 2 ബാറും മിഡിലുള്ള 2 ബാറും ഒരേ ലൈനിലാണ്. അപ്പോൾ ഒരു ബാർ നമുക്ക് കാണാൻ പറ്റും, അതും വെർട്ടിക്കലി വരച്ചു. ഇനി അടുത്ത ബാർ, അതായത് റൈറ്റ് സൈഡിലെ ബാറിനോട് തൊട്ടടുത്ത 2 ബാറുകൾ ആ ലൈനിൽ വരുന്നത്, അപ്പോൾ അതും നമ്മൾ വെർട്ടിക്കലി വരച്ചു. പിന്നെ ഏറ്റവും അറ്റത്തുള്ള ബാർ, ഓക്കെ, അതും വെർട്ടിക്കലി വരച്ചു. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 5 വെർട്ടിക്കലായിട്ടുള്ള ബാർസ് കാണാൻ പറ്റും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ബാർ, പിന്നെയുള്ള 2 ബാറുകൾ ഒറ്റയായിട്ട് കാണാം. പിന്നെ വരുന്ന മിഡിലിൽ വരുന്ന 2 ബാറുകൾ ഒറ്റയായിട്ട് കാണാം. പിന്നെ നെക്സ്റ്റ് റൈറ്റ് സൈഡിലെ തൊട്ട് വരുന്ന ആ 2 ബാറുകൾ നമുക്ക് കാണാം. ഏറ്റവും എൻഡിലുള്ള, അതായത് റൈറ്റ് എൻഡിലേക്ക് വരുന്ന ബാറും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ വരിക. അപ്പോൾ ഇവിടെ നോമിനൽ കവർ 40 mm ഞാൻ മാർക്ക് ചെയ്തു. അതുപോലെ സ്പേസിങ് 300 mm മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ 8 നമ്പേഴ്സ് ഓഫ് 20 mm ഡയമീറ്റർ ബാസ്, അതായത് വെർട്ടിക്കലി പോകുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാസ്. അപ്പോൾ അത് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ലാറ്ററൽ ടൈസും 6 mm ഡയമീറ്റർ ലാറ്ററൽ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ചോദിച്ചാൽ മാത്രം വരച്ചാൽ മതി, ഞാൻ വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും സർക്കുലർ കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ വരിക. ലാറ്ററൽ ടൈസ് ഉള്ള സർക്കുലർ കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, 4th question: design a column of size 450 mm by 600 mm and having 3 meter unsupported length. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ തന്ന കേസിൽ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ തന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്തേ ഉണ്ടാവുള്ളൂ, ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ലാറ്ററൽ ടൈസിൻ്റെ കാര്യങ്ങളേ ഉള്ളൂ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഈ ഓൾറെഡി ക്രോസ് സെക്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷൻ്റെ അകത്ത് നമുക്ക് ഗ്രോസ് ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ ആ ഗ്രോസ് ഏരിയ വെച്ചിട്ട് നമുക്ക് എത്രയാണ് AC വരുന്നതെന്നുള്ള കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിതിൽ പെർസെൻറ്റേജ് അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. ഇത്ര പെർസെൻറ്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള അസ്യൂം ചെയ്യേണ്ട. തന്നിട്ടുള്ള ക്രോസ് സെക്ഷൻ വെച്ച് ഗ്രോസ് ഏരിയ കിട്ടും. ആ ഗ്രോസ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് AC വാല്യൂ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യും അത് 0.8% ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനേക്കാളും കൂടുതലാണെന്നുള്ളതും അതുപോലെ തന്നെ 4% റീഇൻഫോഴ്സ്മെൻറ്റിനേക്കാളും കുറവാണെന്നുള്ളതും. അതായത് ഗ്രോസ് ഏരിയൻ്റെ 0.8%-നേക്കാളും കുറഞ്ഞിട്ടില്ല നമുക്ക് കിട്ടിയിട്ടുള്ള AC എന്നുള്ളതും അതുപോലെ തന്നെ 4%-നേക്കാളും ഓഫ് AG-നേക്കാളും കൂടിയിട്ടുമില്ല എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും ഇവിടെ. ഓക്കെ, പെർസെൻറ്റേജ് അസ്യൂം ചെയ്യുന്നില്ല. കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള ആ AC വാല്യൂ പറഞ്ഞിരിക്കുന്ന ലിമിറ്റിൻ്റെ അകത്താണോ വരുന്നത് AC വാല്യൂ വരുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അൺസപ്പോർട്ടഡ് ലെങ്ത് തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട് 3 മീറ്റർ. ദ കോളം ഈസ് സബ്ജക്റ്റഡ് ടു എ ലോഡ് ഓഫ് 2000 kN. അപ്പം ലോഡ് തന്നിട്ടുണ്ട്. ഓക്കെ, ആക്സിൽ ലോഡ് തന്നിട്ടുണ്ട്, എന്നാൽ അത് ഫാക്ടേർഡ് ലോഡല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ഫാക്ടേർഡ് ലോഡാക്കി മാറ്റണം. ആൻഡ് ഈസ് എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ്. അപ്പോൾ 2 എൻഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, എഫക്റ്റീവ്ലി ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. അപ്പം റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ റൊട്ടേഷൻ റെസിസ്റ്റ് ചെയ്യുന്നില്ല, 2 എൻഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഹെൽഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഹിഞ്ച്ഡ് സപ്പോർട്ടാണ് 2 എൻഡിലും വരുന്നത് അല്ലേ. അപ്പം ബോത്ത് എൻഡ് ഹിഞ്ച്ഡ് എന്നുള്ള കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ ആ എൻഡ് കണ്ടീഷൻ വെച്ചിട്ട് അതുപോലെ തന്നെ അൺസപ്പോർട്ട് ലെങ്ത്തും വെച്ചിട്ട് നമുക്ക് എഫക്റ്റീവ് ലെങ്ത്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, NXC നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. FCK വാല്യൂ യൂസ് M20 കോൺക്രീറ്റ്, അതായത് FCK 20 Nm/mm², FI വാല്യൂ 415 Nm/mm², FE 415 സ്റ്റീലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് വ്യത്യാസം എന്നുള്ളത് നമുക്ക് നോക്കാം.
given data B is equal to 450 mm, D is equal to 600 mm, L is equal to unsupported length 3 meter, P 2000 kilonewton. അപ്പം പി യു എന്ന് പറയുന്നത് 1.5 into 2000, ദാറ്റ് ഈസ് 3000 kilonewton. എൻ കണ്ടീഷൻ എഫക്റ്റീവ്ലി ഹെൽഡ് ഇൻ പൊസിഷൻ അറ്റ് ബോത്ത് എൻഡ്സ് ബട്ട് നോട്ട് റിസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ, അതായത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് എന്നുള്ള കണ്ടീഷനാണ്. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയായിരിക്കും? എൽ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു ബോത്ത് ആൻഡ് ഹിഞ്ച്ഡ് വരുമ്പോൾ അവിടെ 1 into L തന്നെയാണ് അല്ലേ. അതായത് അവിടെ ഫാക്ടർ എന്ന് പറയുന്നത് റെക്കമെൻഡഡ് വാല്യൂ എന്ന് പറയുന്നതും അതുപോലെ തന്നെ തിയറിറ്റിക്കൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 into അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് വരുന്നത്, ദാറ്റ് ഈസ് 3 meter തന്നെയാണ്. ഓക്കെ, രണ്ട് എൻഡ് ഹിഞ്ച്ഡ് വരുന്നതിൽ എഫക്റ്റീവ് ലെങ്ത്തും അൺസപ്പോർട്ടഡ് ലെങ്ത്തും സെയിം ആണ്. ഓക്കെ, അതായത് ഫുൾ ആ ലെങ്ത്തും ബെൻഡിങ്ങിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. FCK is equal to 20 Newton/mm², FY 415 Newton/mm². അപ്പോൾ ഇതിൽ നമുക്ക് ഡയമെൻഷൻ കണ്ടുപിടിക്കാനില്ലല്ലോ അല്ലേ. അപ്പം പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ട് ഡയമെൻഷൻ കണ്ടുപിടിക്കുന്ന വരെയുള്ള സ്റ്റെപ്പ് ഇതിൽ ചെയ്യേണ്ട. അതായത് ആദ്യത്തെ 4 സ്റ്റെപ്പ് ഇപ്പം നമ്മൾ മുന്നേ ചെയ്ത പ്രോബ്ലങ്ങളിലെ ആദ്യത്തെ 4 സ്റ്റെപ്പ് നമുക്കിവിടെ വരുന്നില്ല. ഓക്കെ, അതിനുശേഷം ഇവിടെ ലെങ്ത്ത് തന്നതുകൊണ്ട് സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ ചെക്കും അതുപോലെ തന്നെ മിനിമം എക്സെൻട്രിസിറ്റീൻ്റെ ചെക്കും നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ലെങ്ത്ത് തന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലെൻഡർനെസ് റേഷ്യോ അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ 4 സ്റ്റെപ്പ്, അതായത് ഒരു പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് AG വാല്യൂ കണ്ടുപിടിച്ച് അതിൻ്റെ ഡയമെൻഷൻ എടുക്കുന്ന കാര്യങ്ങളിൽ ചെയ്യേണ്ട ഓൾറെഡി നമുക്ക് ക്രോസ് സെക്ഷൽ ഡയമെൻഷൻ ക്വസ്റ്റിൽ തന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ഈക്വൽ ടു L എഫക്റ്റീവ് ബൈ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു L എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 3000 mm, അതായത് 3 meter തന്നെയാണ്, ഡിവൈഡ് ബൈ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷനാണ് സ്ലെൻഡർനെസ് റേഷ്യോ. അപ്പോൾ ഇവിടെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആയതുകൊണ്ട് ഒരു ഡയമെൻഷൻ 450 ഒരു ഡയമെൻഷൻ 600 ആണ്. അപ്പോൾ 450 ആണ് ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 6.67 നമുക്ക് കിട്ടും. 6.67 എന്ന് പറയുന്നത് ലെസ് ദാൻ 12 ആണ്. ദെർഫോർ ദ കോളം ഈസ് ഷോർട്ട് കോളം. അപ്പോൾ ഈ കോളം ഷോർട്ട് കോളം എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 2 മിനിമം എക്സെൻട്രിസിറ്റി. അപ്പോൾ എക്സെൻട്രിസിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പം മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? അൺസപ്പോർട്ട് ലെങ്ത് ബൈ 500 പ്ലസ് ലാറ്റർ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ 30 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 ലാറ്റർ ഡയമെൻഷൻ ഉണ്ടല്ലോ, ബിയും ഡിയും ഉണ്ട് അല്ലേ. നമ്മൾ മുന്നേ ചെയ്തതിലൊക്കെ സ്ക്വയർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതായത് ചെക്ക് ചെയ്ത പ്രോബ്ലത്തിൽ റെക്ടാങ്കുലർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ ലെങ്ത് തന്നതിൽ സർക്കുലർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് അവിടെ ഒരു ഡയമെൻഷൻ ഡയമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പ്രോബ്ലം റെക്ടാങ്കുലർ ആയതുകൊണ്ട് ലാറ്ററൽ ഡയമെൻഷൻ ബൈ 30 എന്നുള്ള സ്ഥാനത്ത് 2 ലാറ്ററൽ ഡയമെൻഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് 2 ചെക്കുകൾ ഇവിടെ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ D ഈസ് ഈക്വൽ ടു 600 mm, അതായത് ലാറ്ററൽ ഡയമെൻഷൻ 600 mm എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ മിനിമം വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഈ മിനിമം എന്ന് പറയുന്നത് L ഡിവൈഡ് ബൈ 500 പ്ലസ് D ഡിവൈഡ് ബൈ 30. L 3000 ഡിവൈഡ് ബൈ 500 പ്ലസ് D ഡിവൈഡ് ബൈ 600 ബൈ 30 ചെയ്ത് കഴിഞ്ഞാൽ 26 mm എന്ന് കിട്ടും. ഇനി ഇതെന്ത് ചെയ്യണം? ഈ D എന്ന് പറയുന്ന ഡയമെൻഷൻ വെച്ചിട്ട്, അതായത് 600 mm എന്ന് പറയുന്ന ഡയമെൻഷൻ വെച്ചിട്ട് 0.05 ലാറ്റർ ഡയമെൻഷൻ അത് ചെക്ക് ചെയ്യണം. അപ്പോൾ 0.05 D ആണ് ഇവിടെ വരിക. ഓക്കെ, 0.05 ഇൻറ്റു ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ 0.05 ഇൻറ്റു D ആണ് ഈ ഒരു കേസിൽ വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 ഇൻറ്റു 600, ദാറ്റ് ഈസ് 30 mm എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇവിടെ ഈ മിനിമം 26 ആണ്. അപ്പം ഈ മിനിമം ഈസ് ലെസ് ദാൻ 0.05 D, അതായത് ഈ മിനിമം എക്സീഡ് ചെയ്തിട്ടില്ല ഫസ്റ്റ് കേസിൽ. ഓക്കെ, അപ്പോൾ ഓക്കെയാണ്. ഇനി രണ്ടാമത്തെ കേസ്, ഫോർ B ഈസ് ഈക്വൽ ടു 450, ഈ മിനിമം ഈസ് ഈക്വൽ ടു L ബൈ 500 പ്ലസ് B ബൈ 30, ദാറ്റ് ഈസ് 3000 ഡിവൈഡ് ബൈ 500 പ്ലസ് B എന്ന് പറയുന്ന 450 ഡിവൈഡ് ബൈ 30 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 21 mm എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം 0.05 B ആയിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യേണ്ടത്. മുന്നത്തേതിൽ നമ്മൾ കൺസിഡർ ചെയ്ത ലാറ്റർ ഡയമെൻഷൻ D ആയിരുന്നു, ഇവിടെ B എന്നുള്ള ലാറ്റർ ഡയമെൻഷനാണ് എടുക്കേണ്ടത്. അപ്പം 0.05 B, അതായത് 450 ചെയ്ത് നോക്കിയപ്പോൾ 22.5 mm എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ മിനിമം 21 ആണ്, 0.05 B എന്ന് പറയുന്ന 22.5 ആണ്. അപ്പം ഈ മിനിമം ഇവിടെ ലെസ് തന്നെയാണ് 0.05 ബിനേക്കാളും. ഓക്കെ, അപ്പോൾ ഈ മിനിമം ഈസ് ലെസ് ദാൻ 0.05 B, ഹെൻസ് ഓക്കെ. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മിനിമം ലെസ് ദാൻ 0.05 ലാറ്റർ ഡയമെൻഷൻ എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് PU ഈസ് ഈക്വൽ ടു 0.4 FCK AC പ്ലസ് 0.67 FI AC എന്ന് പറയുന്ന ഇക്വേഷനുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഡിസൈൻ ആ ഇക്വേഷൻ വെച്ച് ചെയ്യാമെന്നുള്ളതാണ് അല്ലേ. അപ്പം വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദ ഡിസൈൻ ബൈ യൂസിങ് ദ ഇക്വേഷൻ PU ഈസ് ഈക്വൽ ടു 0.4 FCK AC പ്ലസ് 0.67 FI AC. ഓക്കെ,
നെക്സ്റ്റ് സ്റ്റെപ്പ് 3 ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീൽ AC വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് AC വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം PU = 0.4 FCKAC + 0.67 FI AC. അപ്പോൾ നമുക്കിവിടെ ഗ്രോസ് ഏരിയ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് AC എന്നുള്ളതിനെ AG - ASC എന്ന് എഴുതാം. അതായത് ഗ്രോസ് ഏരിയ അറിയാം, ASC എന്നുള്ളത് AC എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കാം. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺനോൺ ആയിട്ട് AC മാത്രമേ ഉണ്ടാവുള്ളൂ. ഇക്വേഷനിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ ഡയറക്റ്റ് കിട്ടും. ഓക്കെ, കാരണം ഗ്രോസ് ഏരിയ ഓൾറെഡി നമുക്ക് അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ BD നമുക്ക് ഓൾറെഡി തന്നതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് ഡയറക്റ്റ് ASC വാല്യൂ കണ്ടുപിടിക്കാം, ഏരിയ ഓഫ് സ്റ്റീൽ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ മുന്നമേ പെർസെൻറ്റേജ് അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, എന്നിട്ട് ഗ്രോസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ആ പെർസെൻറ്റേജ് ആയിരുന്നു AC ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് അത് എടുക്കേണ്ട, പെർസെൻറ്റേജ് ഒന്നും അസ്യൂം ചെയ്യേണ്ട, നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുത്താൽ തന്നെ AC വാല്യൂ കിട്ടും. അതാണ് ഇതിൻ്റെ വ്യത്യാസം, കാരണം ഡയമെൻഷൻ തന്നതുകൊണ്ട്. അപ്പം AC വാല്യൂ എന്ന് പറയുന്നത് AG - ASC ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ACൻ്റെ സ്ഥാനത്ത് AG - ASC എന്ന് കൊടുക്കാം. AG വാല്യൂ അറിയാം അല്ലേ, AG എന്ന് പറയുന്നത് 450 × 600 ആയിരിക്കും. പിന്നെ ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, AC മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3000 × 10⁻³ അതായത് PU = 0.4 × FCK20 AC എന്ന് പറയുന്ന AG - ASC + 0.67 FI എന്ന് പറയുന്ന 415 ASC. അപ്പോൾ 3000 × 10⁻³ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.4 × 20 × AG - ASC എന്ന് പറയുമ്പോൾ AG എന്ന് പറഞ്ഞാൽ 450 × 600 - ASC + 0.67 × 415 × AC. അപ്പോൾ AC മാത്രമാണ് ഇതിൽ അൺനോൺ ഉള്ളത്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3000 × 10⁻³ = 216,000 - 8 ASC + 278.05 AC എന്ന് പറഞ്ഞു കിട്ടും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം, ഞാൻ എഴുതിയ പോലെ തന്നെ എഴുതണമെന്നില്ല. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് AC വാല്യൂ = ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് 3110.535 mm² എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ AC വാല്യൂ നമുക്ക് കിട്ടി. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പം അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം ചെയ്യണം, ഞാൻ മുന്നമേ പറഞ്ഞു, ചെക്ക് ചെയ്യണം എന്നുള്ളത് ACൻ്റെ അല്ലേ. അപ്പോൾ AC ചെക്ക് ചെയ്യണം, അതായത് 0.8%-നേക്കാളും കുറഞ്ഞിട്ടില്ല എന്നുള്ളതും, അതായത് 0.8% AG-നേക്കാളും ഇപ്പം കണ്ടു കിട്ടിയിട്ടുള്ള AC വാല്യൂ കുറഞ്ഞിട്ടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ 4%-നേക്കാളും ഇൻക്രീസ് ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ്. ഓക്കെ, അപ്പം പെർസെൻറ്റേജ് ഓഫ് ASC വിത്ത് റെസ്പെക്ട് ടു ഗ്രോസ് ഏരിയ. അപ്പോൾ ASC / AG × 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എത്രയാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ASC ഗ്രോസ് ഏരിയയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര പെർസെൻറ്റേജാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ASC 3110.535 / ഗ്രോസ് ഏരിയ എന്ന് പറയുന്നത് 450 × 600 × 100. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 1.15% എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 1.15 എന്ന് പറയുന്ന 0.8-നേക്കാളും കൂടുതലാണ്, എന്നാൽ 4-നേക്കാളും കൂടിയിട്ടുമില്ല. അപ്പോൾ ഓക്കെയാണ് അല്ലേ. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ASC ഈസ് ഇൻ ബിറ്റ്വീൻ 0.8% ആൻഡ് 4%, ദാറ്റ് ഈസ് 0.8 ലെസ് ദാൻ 1.15 ലെസ് ദാൻ 4, ഹെൻസ് ഓക്കെ. ഓക്കെ, അപ്പം ASC നമ്മൾ ഉറപ്പിച്ചു, അതായത് മിനിമത്തിനേക്കാളും ഗ്രേറ്റർ ആണെന്നുള്ളതും മാക്സിമത്തിനേക്കാളും എക്സീഡ് ചെയ്തിട്ടില്ല എന്നുള്ളതും നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് ഇവിടെ. അസ്യൂം 25 mm ഡയമീറ്റർ ബാസ്. ഞാനിവിടെ 25 mm ബാസ് അസ്യൂം ചെയ്യണം. അപ്പോൾ നമ്പർ ഓഫ് ബാസ് എടുത്തു കഴിഞ്ഞാൽ 3110.535 / π × 25² / 4 ചെയ്ത് കഴിഞ്ഞാൽ 6.33 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈവൺ നമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ റെക്റ്റാങ്കുലറിലും സ്ക്വയറിലും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 8 നമ്പേഴ്സ് അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമുക്ക് വേണമെങ്കിൽ 8 നമ്പേഴ്സ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യാം. 8 നമ്പേഴ്സ് ഓഫ് 25 mm ഡയമീറ്റേഴ്സ് എന്ന് പറഞ്ഞ് തന്നെ മുന്നോട്ട് പോകാം. എന്നാൽ കുറച്ചും കൂടി എക്കണോമിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതായത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇതുപോലെ, അതായത് 6.33നെ റൗണ്ട് ചെയ്ത് 8 എടുക്കുമ്പോൾ അവിടെ റിക്വയർഡ് ASCയും അതുപോലെ തന്നെ പ്രൊവൈഡഡ് ASCയും തമ്മിൽ നല്ലൊരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 നമ്പർ ഓഫ് ബാസ്, അതായത് 2 ഡയമീറ്ററുള്ള ബാസ് എന്ത് ചെയ്യാം, മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ഞാനിവിടെ നോക്കുമ്പം നിങ്ങൾക്ക് 25-ൻ്റെ ആണല്ലോ അസ്യൂം ചെയ്തപ്പം 6.33 എന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ 4.25ഉം അതിൻ്റെ തൊട്ട് താഴെയുള്ള 4 ബാറും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം, അതായത് റിക്വയർഡ് ASCനേക്കാളും കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളത്. അതായത് 3110.535 ആണ് റിക്വയർഡ് ASC, അപ്പോൾ അതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടു മേക്ക് ഇറ്റ് മോർ എക്കണോമിക്കൽ, അതായത് ഞാൻ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ഞാൻ പ്രൊസീഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ 25 എന്നുള്ളത് 8 നമ്പേഴ്സ് എന്നുള്ളത് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ടു മേക്ക് ഇറ്റ് മോർ എക്കണോമിക്കൽ,
ഓക്കെ, അപ്പം കുറച്ചും കൂടി എക്കണോമിക്കലാക്കാൻ വേണ്ടിയിട്ട് ലെറ്റസ് ട്രൈ 4 numbers ഓഫ് 25 mm ഡയാബാസ് ആൻഡ് 4 numbers ഓഫ് 20 mm ഡയാബാസ്. അപ്പം 4 25-ൻ്റെ ബാറും 4 20-ൻ്റെ ബാറും ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എ സി പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ എ സി പ്രൊവൈഡഡ് ഈസ് ഈക്വൽ ടു 4 into pi into 25 square divided by 4 plus 4 into pi into 20 square divided by 4. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എ സി പ്രൊവൈഡഡ് 3220.132 mm സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അതായത് 3110.535-നേക്കാളും കൂടുതലാണ്. അതായത് എ സി റിക്വയർഡിനേക്കാളും എ സി പ്രൊവൈഡഡ് കൂടുതലാണ്. ഓക്കെയാണ്. ഓക്കെ, ഹെൻസ് ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഏരിയ ഓഫ് സ്റ്റീൽ ഇൻ കംപ്രഷൻ്റെ ഡിസൈൻ കഴിഞ്ഞു. അപ്പം ഈ ഒരു റിക്വയർഡ് ആയിട്ടുള്ള എ സി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4 നമ്പർ 25 mm ബാറും 4 നമ്പർ 20 mm ബാറും പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റീലിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പ് 4 ഡിസൈൻ ഓഫ് ലാറ്റർ ടൈസ്. ആദ്യം ഡയമീറ്റർ ഓഫ് ലാറ്റർ ടൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/4 into 25. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ബാർ 25 ആണ്. അപ്പോൾ 1/4 into 25 ദാറ്റ് ഈസ് 6.25. രണ്ടാമത്തെ 6 mm-നേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വലിയ വാല്യൂ 6.25 ആണ്. അപ്പോൾ 6.25-നേക്കാളും ഡയമീറ്റർ ലാറ്റർ ടൈസിൻ്റെ കുറയാൻ പാടില്ല. അപ്പോൾ 8 mm ഡയമീറ്റർ ബാസ് എന്നുള്ളത് അസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യണം. Therefore provide 8 mm diameter bars as lattice ties. ഇനി പിച്ച് അല്ലെങ്കിൽ സ്പേസിംഗ് ഓഫ് ലാറ്റർ ടൈസ്. പിച്ച് ഓഫ് ലാറ്റർ ടൈസ് ഷുഡ് നോട്ട് എക്സീഡ് ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 450 ആണ്. സെക്കൻഡ് വൺ 16 into ഡയമീറ്റർ ഓഫ് സ്മോളസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ, അല്ലേ? സ്മോളസ്റ്റ് ബാർ എന്ന് പറയുന്നത് 20 ആണ്. 25 ലാർജസ്റ്റും. അപ്പോൾ 16 into 20 ദാറ്റ് ഈസ് 320 mm. തേർഡ് വൺ 300. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂവിനേക്കാൾ എക്സീഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 300 mm-നേക്കാളും കൂടാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ലാറ്ററൽ ടൈസ് therefore provide 8 mm diabars at 300 mm center to center spacing. ലാറ്ററൽ ടൈസ് 8 mm diabars എന്നുള്ളത് എടുത്തു, സ്പേസിങ് 300 mm center to center spacing എന്നുള്ളത് എടുത്തു. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഡിസൈൻ സമ്മറി നമുക്ക് എഴുതാം. ഞാനിവിടെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനും കൂടി എഴുതി. ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് ഓഫ് ദ കോളം 450 mm by 600 mm. ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് 4 numbers of 25 mm diameter bars and 4 numbers of 20 mm diameter bars. Lateral ties 8 mm diameter lateral ties at 300 mm center to center spacing. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇവിടെ 8 നമ്പേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് എല്ലാ സൈഡിലും ഈക്വൽ നമ്പർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത പോലെ സ്ക്വയർ കോളം ചെയ്തതുപോലെ നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഞാൻ മാർക്ക് ചെയ്തു 450 600. അതിൻ്റെ അകത്ത് 8 ബാർസ് ഞാൻ മാർക്ക് ചെയ്തു. അതായത് എല്ലാ സൈഡിലും 3 ബാർ വരുന്ന രീതിയിൽ 8 നമ്പർ ഓഫ് ബാർസ് മാർക്ക് ചെയ്തു. അതായത് ഇൻ ബിറ്റ്വീൻ വരുന്ന ബാർ ഞാൻ കുറച്ച് വലിപ്പം കുറച്ചാണ് വരച്ചിട്ടുള്ളത്. അതായത് ഇപ്പം വലിയ ബാറൊക്കെ 4, ഇപ്പോൾ 8 ബാർസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 ബാർസ് വലിയ ബാർസ് കോർണേഴ്സിലും ബാക്കി ചെറിയ 4 ബാർസ് ഇൻ ബിറ്റ്വീൻ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 ബാർസ് 25-ൻ്റെ 4 ബാർസ് കോർണേഴ്സിലും അതുപോലെ തന്നെ ഓരോ സൈഡിൻ്റെയും സെൻട്രലായിട്ട് ചെറിയ ബാറും, ഓക്കെ, ഓരോ സൈഡിലും ഓരോരോ ബാർ ചെറുത് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ 4 numbers of 25 mm ഡയമീറ്റർ ബാർസ് ഞാൻ കോർണറിൽ കൊടുത്തു. അത് ഞാൻ മാർക്ക് ചെയ്തു, അല്ലേ? 4 numbers of 25 mm ഡയമീറ്റർ ബാർസ്. അതുപോലെ മിഡിൽ വരുന്ന ബാറുകളിലും ഞാൻ മാർക്ക് ചെയ്തു 4 numbers of 20 mm ഡയമീറ്റർ ബാർസ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലാറ്ററൽ ടൈസ് ഞാൻ മാർക്ക് ചെയ്തു. വലിയ ബാസിനെ ചുറ്റി വരുന്ന, അതായത് കോർണേഴ്സിലുള്ള ബാറിനെ ചുറ്റി വരുന്നതും അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന ബാറിനെ ചുറ്റിയിട്ടും നമ്മൾ ലാറ്ററൽ ടൈസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ 8 mm ലാറ്ററൽ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, 40 mm നോമിനൽ കവറും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ 3 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാർ ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്താൽ കാണാൻ പറ്റും. മിഡിലിൽ വരുന്ന 2 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാർ കാണാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ വരുന്ന 3 ബാറുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബാർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കാണുന്ന ആ ബാർസ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്യാം. ഞാൻ മാർക്ക് ചെയ്തപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 4 numbers of 25 mm ഡയമീറ്റർ ബാർസ് ആൻഡ് 4 numbers of 20 mm ഡയമീറ്റർ ബാർസ് എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, അതേപോലെ ലാറ്ററൽ ടൈസ് 8 mm ലാറ്ററൽ ടൈസ് അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ്. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ ആണോ? അപ്പം ഷോർട്ട് കോളത്തിൻ്റെ ലാറ്ററൽ ടൈസ് വരുന്ന കേസ്. ഇനി നമുക്ക് ഹെലിക്കലും കൂടി നോക്കാനുണ്ട്. അപ്പോൾ ലാറ്ററൽ ടൈസ് വരുന്ന കേസ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, നോർമലി ഉള്ള
ലാറ്ററൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഷോർട്ട് കോളത്തിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഇത് ചെയ്ത് തന്നെ നോക്കണം, കാണാതെ ചെയ്ത് നോക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളതും എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.